എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഫസ്മിന സാക്കിറിനെ കുറിച്ചാണ്. ഫസ്മിന സാക്കിർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്കൊരു പുതിയ പേരൊക്കെ ഇട്ട് തന്നൊരു യൂട്യൂബറാണ്. ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, യൂട്യൂബറാണ് ഫസ്മിന സാക്കിർ. എനിക്കിട്ട പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ അന്നൊരു വേഷം കെട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ അസ്ട്രോളജർ എന്നാണ് പേരിട്ടത്, കണിയാൻ എന്നാണ് പേരിട്ടത്. അന്ന് നമ്മൾ അതിനുള്ള മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു. ഫസ്മിന സാക്കിറും ഫസ്മിനയുടെ സുഹൃത്തുമായ മെഹനാസ്, അതാണോ പേരെന്ന് എനിക്കറിയില്ല, പോകെ മനസ്സിലാവുമായിരിക്കും. മെഹനാസിനുമെതിരെ കേസ്. എന്താ കാര്യം? യൂട്യൂബർ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. ഇൻഫ്ലുവൻസർമാരായ ഫസ്മിനയ്ക്കും മെഹനാസിനും കേസ് എന്നാണ് വാർത്ത വന്നത്. ഇനി ഇവർ ഇൻഫ്ലുവൻസർ ആയത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവർ ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇതാണോ ഇവരുടെ ഇൻഫ്ലുവൻസിങ് എന്നൊക്കെ ചോദിക്കേണ്ടി വരും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഫസ്മിന ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. ആ ലൈവിനകത്ത് ഫസ്മിന പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്കെതിരെ കേസൊന്നും വന്നിട്ടില്ല, അത് ബിഗ് ടി വി പുറത്തുവിട്ട ഒരു ഫേക്ക് ന്യൂസാണ് എന്നാണ് ഫസ്മിന പറയുന്നത്. ഇപ്പോൾ എനിക്ക് അറിയുന്ന ഒന്ന് രണ്ട് പേരോട് ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നുണ്ടോ, ശരിയാണോ? അപ്പം അതിൽ ഒരാൾ പറഞ്ഞു, ബ്രോ അത് ശരിയാണ്, കേസുണ്ട്, അത് സത്യമാണ്, കുറച്ച് ഡീറ്റെയിലും കൂടെ കിട്ടിയിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. രാത്രി ആയപ്പോഴേക്കും ഫസ്മിനയുടെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയ്ക്കകത്തും ഫസ്മിന പറയുന്നത് വെറുതെ പറയുന്നതാണ്. ആലുവ പോലീസ് സ്റ്റേഷനിൽ ഫസ്മിന വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കേസേ ഇല്ല എന്നാണ് ഫസ്മിനയോട് ആലുവ സ്റ്റേഷനിലെ പോലീസുകാർ പറഞ്ഞതെന്നാണ് ഫസ്മിന പറയുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് ഫസ്മിനയ്ക്ക് പറയാനുള്ളതെന്ന് കണ്ടു നോക്കാം. നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ബിഗ് ടി വി എന്ന് പറയുന്ന ചാനലിൽ എനിക്കെതിരെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ കമ്പിപ്പാര വെച്ച് നഗ്നമായിട്ട് നിർത്തി ഊബർ ഡ്രൈവറിനെ തല്ലിന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. ഈ ചാനലിനോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം അറിയാണ്ട് നിങ്ങൾക്ക് ന്യൂസിനോ കണ്ടന്റിനോ ക്ഷാമം ഉണ്ടെങ്കിൽ വെറുതെ ഒരാളുടെ തലയിലോട്ട് എടുത്തല്ല ന്യൂസ് ഇടുക. കാര്യം അന്വേഷിക്കുക, അന്വേഷിച്ചിട്ട് മാത്രമാണ് ന്യൂസ് ഇടേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ആരെങ്കിലും വന്ന് പൈസ തന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടോ വെറുതെ ഒരു ആളെ അപമാനിക്കാൻ നിൽക്കരുത്. എന്റെ ഫേസ് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ബിഗ് ടി വി എന്ന് പറയുന്നത് പുതിയൊരു ചാനലാണ്, സുജയ പാർവതി ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ചാനലാണ്. അവർക്ക് ഫസ്മിനെ അറിയൂ? ഇത്രയും വലിയ വ്യക്തിയാണോ ഫസ്മിന? ഞാനൊന്ന് പേടിച്ചു കേട്ടോ. ഇത്രയും വലിയ വ്യക്തിയാണ് നമ്മളൊന്ന് വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തത് എന്ന് വിചാരിച്ചു. ഇത്രയും വലിയൊരു വ്യക്തിയാണ് നമ്മളന്ന് വെല്ലുവിളിച്ചത് എന്നൊക്കെ വിചാരിച്ചു. ബിഗ് ടി വി പോലൊരു ചാനൽ, പുതിയൊരു ചാനലാണ്. അവരവരുടെ റെപ്യൂട്ടേഷൻ കളഞ്ഞിട്ട് പരിപാടികൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പിന്നെ ചാനലുകാരാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ചിലപ്പോൾ വാർത്ത കണ്ട ഉടനെ അല്ലെങ്കിൽ ഇങ്ങനൊരു വിവരം കിട്ടിയ ഉടനെ എടുത്ത് എയർ ചെയ്തതാവാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ബാക്കി കേട്ട് വെക്കാം. അപ്പൊ നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കണം. കാരണം ഞാൻ നഗ്നമായിട്ട് നിർത്തിയത് നിങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തതിന്റെ എന്തെങ്കിലും ഒരു പ്രൂഫ് നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ അത് നല്ല രീതിയിൽ പ്രശ്നമാവും. ബിക്കോസ് ഞാൻ എന്തായാലും ഇത് കേസിന്റെ രീതിയിൽ മൂവ് ചെയ്യും. ഈ ചാനലിനെതിരെ, ഈ ബിഗ് ടി വി എന്ന് പറഞ്ഞ ചാനലിനെതിരെ ഞാൻ എന്തായാലും മൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇത് പരാതി എന്നുള്ള സംഭവം ഞാൻ ആലുവ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരാതി പോലും അവിടെ പോയിട്ടില്ല. അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്ര ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഇരുന്ന് ഡ്രാമ കളിച്ച് ന്യൂസ് ഇറക്കുന്നത്? ഇത് സ്ക്രിപ്റ്റ് ആണോ? എനിക്ക് ചോദിക്കാനുള്ളത്, ഏത് തരത്തിലുള്ള ലെവലിലോട്ടാണ് നിങ്ങൾ ഇത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനെന്തായാലും ബിഗ് ടി വി എന്ന് പറയുന്ന ചാനലിന് ഇതിന് ഉത്തരം തരണം. ചാനൽ തുടങ്ങി റീച്ച് ആവാൻ വേണ്ടി എന്തും പറയാം. ബിക്കോസ് ഓൾറെഡി ഈ കണ്ടന്റ് കുറച്ച് എയറിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തും പറയാന്നുള്ള ഇതിലാണെങ്കിൽ അത് നടക്കൂല. ഞാൻ എന്തായാലും നിയമത്തിന്റെ രീതിയിൽ പോവും. ചാനൽ ഇതിനൊരു ഉത്തരം തരണം, അത്രയൊക്കെ പറയാനുള്ളൂ. ഏത് കണ്ടന്റ് എയർ നിൽക്കുന്ന കാര്യം ഫസ്മിന പറഞ്ഞത്? ഞാൻ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വിഷയം എടുത്തില്ല, എനിക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. 4 കഥാപാത്രങ്ങൾ. ഫസ്മിനയുടെ എക്സ് ഹസ്ബൻഡ് ലല്ലു, പിന്നെ ഒരു സഫ എന്ന് പറയുന്ന കുട്ടി, സഫയുടെ ഹസ്ബൻഡ്, ഇപ്പൊ ഹസ്ബൻഡ് ആണെന്ന് എനിക്കറിയില്ല, എന്തൊക്കെ ഡിവോഴ്സ് കേസുകളൊക്കെ നടക്കുന്നുണ്ട്. അവനാണ് ഈ മെഹനാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ 4 പേരും തമ്മിലുള്ള ഒരു ചതുരംഗ കളിയാണ് ഇവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിഷയം കത്തി നിൽക്കുന്നത് കൊണ്ടാണ് അവരിങ്ങനൊരു വിഷയത്തിൽ ഇടപെട്ട് അത് വാർത്തയാക്കിയെന്നാണ് ഫസ്മിന പറയുന്നത്. വാട്ട് എവർ. ഫസ്മിന പറയുന്നത് വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, ആലുവ സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ഇങ്ങനൊരു കേസ് വന്നിട്ടില്ലെന്നാണ് ആലുവ സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചതെന്നാണ് ഫസ്മിന പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇല്ലാത്ത കേസിന് എഫ്ഐആർ ഇടൂ. കേസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഫസ്മിന ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് പോലീസുകാരും ഫസ്മിനയുമാണ്. ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ഫസ്മിനയും, അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കേണ്ടത് പോലീസുമാണ്. പക്ഷേ കേസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ടി വിക്കെതിരെ ഫസ്മിനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനത് വായിക്കാം. കംപ്ലയിൻറ്റ് കൊടുത്തയാളുടെ പേര് നജീൽ എന്നാണ്, 21 വയസ്സുകാരൻ. ഇനി പരാതി പട്ടികയിലുള്ള പേരുകൾ ആർക്ക് നേരെയാണ് കംപ്ലയിൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഹനാസ്, മൊയിനുദ്ദീൻ, ഫസ്മിന, പിന്നെ തിരിച്ചറിയാൻ കഴിയുന്ന 3 പേഴ്സൺസ് വേറെ. എന്താണ് കംപ്ലയിൻറ്റ്? 1 മുതൽ 6 കൂടിയ പ്രതികൾക്ക് ആവലാതിക്കാരൻ താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെ ഉടമയായ സെബിലുമായുള്ള വിരോധം നിമിത്തം സെബിലിനെ തട്ടിക്കൊണ്ടു പോകണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ആവലാതിക്കാരൻ ഡ്രൈവറായി ജോലി ചെയ്യുന്ന നമ്പർ യൂബർ കാർ ഓണറായ സഫയ്ക്ക് ഈ കാർ കൈമാറുന്നതിനായി സെബിലുമായി 1/3/2026 രാത്രി 8:30
എടയപ്പുറം ഭാഗത്തെത്തി കാത്തുനിന്ന സമയം 1 മുതൽ 4 കൂടിയ പ്രതികൾ, അതായത് മെഹനാസും മൊയിനുദ്ദീനും ഫസ്മിനെയും പിന്നെ കണ്ടാൽ അറിയാവുന്ന 3 പേരിൽ ഒരാൾ, അങ്ങനെ 4 കൂടിയ പ്രതികൾ ഇരു ബൈക്കുകളിലെത്തി കാറിന് കുറുകെ നിർത്തി. 1ഉം 2ഉം പ്രതികൾ ബൈക്കിൽ നിന്നിറങ്ങി വന്ന് 1ആം പ്രതി ഡ്രൈവർ സീറ്റിലിരുന്ന ആവലാതിക്കാരനെ കാറിൻ്റെ ഡോർ തുറന്ന് ഇടിവള കൊണ്ട് ആവലാതിക്കാരൻ്റെ മുഖത്തിടിച്ചും 1 മുതൽ 4 വരെ പ്രതികൾ ആവലാതിക്കാരനെ ബലമായി കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറക്കി ബലമായി കാറിൻ്റെ മുൻ സീറ്റിലിരുത്തി, അതായത് ഇപ്പുറത്തെ സീറ്റിൽ. 1ആം പ്രതി കാർ ഓടിച്ച് 2ആം പ്രതിയും ഒത്ത് ആവലാതിക്കാരനെ പറയമ്പയം ഭാഗത്തുള്ള സ്കൂൾ ബാറിൽ കൊണ്ടുപോയി. 3ഉം 4ഉം പ്രതികൾ കാറിനെ ബൈക്കിൽ പിന്തുടർന്നും എത്തിയും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്ന 5ഉം 6ഉം പ്രതികൾ ആവലാതിക്കാരൻ്റെ കഴുത്തിനു കുത്തിപ്പിടിച്ച് തടഞ്ഞു നിർത്തി. 1ആം പ്രതി ആവലാതിക്കാരനെ കമ്പിവടിക്ക് അടിച്ച് വേദനിപ്പിച്ച് സെബിലും സഫയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് നിർബന്ധിച്ച് പറയിപ്പിച്ചും 3ആം പ്രതി ഈ കാര്യം മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തും 1ഉം 2ഉം 5ഉം 6ഉം പ്രതികൾ ചേർന്ന് ആവലാതിക്കാരൻ്റെ പാൻറ്റും ഷർട്ടും ബലമായി ഊരിയും 3ആം പ്രതി അത് മൊബൈലിൽ റെക്കോർഡ് ചെയ്തും കേസ് കൊടുത്താൽ റെക്കോർഡ് ചെയ്ത വീഡിയോ പുറത്തുവിടുമെന്ന് 3ആം പ്രതി ഇൻ ദ സെൻസ് ഫസ്മിന സാക്കിർ 3ആം പ്രതി ആവലാതിക്കാരനെ ഭീഷണിപ്പെടുത്തിയും 1 മുതൽ 6 വരെ കൂടിയ പ്രതികൾ ചേർന്ന് ആവലാതിക്കാരനെ തട്ടിക്കൊണ്ടുപോയി അന്യായ തടങ്ങളിൽ വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ച് സെബിലും സഫയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് നിർബന്ധിച്ച് പറയിപ്പിച്ച് ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് കേസ് കൊടുത്താൽ വീഡിയോ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതിനും പരസ്പരം ഉത്സാഹികളും സഹായികളുമായി വർത്തിച്ച കാര്യം. ഇതാണ് FIRൽ പറയുന്ന കാര്യം. അപ്പോൾ കേസ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, കേസ് എടുത്തിട്ടുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിയത്തില്ല, അത് തെളിയിക്കേണ്ടത് ഫസ്മിനെയാണ്. അപ്പോൾ ഫസ്മിന പറഞ്ഞ ആ ഒരു പോയിന്റ് തെറ്റ്. ആലുവ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവർ കേസ് ഇല്ല എന്ന് പറഞ്ഞു. അതെന്തിനാണ് ഫസ്മിന എന്ന് പറഞ്ഞത്? അപ്പോൾ പിന്നെ ഈ FIR എന്താ? ഫേക്ക് FIR ആണോ? ഇത് ആരും എനിക്ക് അയച്ചു തന്നല്ല കേട്ടോ, ഞാൻ ഡൗൺലോഡ് എടുത്തതാണ്. അപ്പോൾ ഫേക്ക് ആയിട്ടുള്ള FIR ഇപ്പോൾ ആപ്പിലേക്ക് കൊടുക്കൂ? എനിക്ക് തോന്നണില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്മിനയുടെ ഈ വിഷയത്തിൽ നടന്നിരിക്കുന്ന കാര്യം. FIR ഇട്ടിട്ടുണ്ട്. ഇനി FIRൻ്റെ ബാക്കി. ഈ സംഗതിക്ക് ഇന്ന് 4/3/2026 തീയതി വൈകുന്നേരം 4:15 മണിക്ക് ഈ കേസിലെ ആവലാതിക്കാരനായ കോഴിക്കോട് ജില്ലാ കാക്കൂർ വില്ലേജ് ഭാഗത്ത് ഒല്ലാട്ടുകണ്ടിയിൽ വീട്ടിൽ നിന്നും ഇപ്പോൾ ആലങ്ങാട്ട് വില്ലേജ് വീട്ടിൽ മുഹമ്മദ് സെബിൽ എന്നയാളുടെ പേരിലുള്ള A ബ്ലോക്കിൽ താമസം മുഹമ്മദ് സെയിം മകൻ 21 വയസ്സുള്ള നാജിൽ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഇൻറ്റിമേഷൻ റെക്കോർഡിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന GSCPO രജീഷിനോട് മൊഴി പറയുകയാൽ ഈ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കി തരികയാൽ ഈ മൊഴി പരിശോധിച്ച് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ മധു NP ആയ ഞാൻ സ്റ്റേഷൻ ക്രൈം വകുപ്പുകൾ എഴുതിയിട്ടുണ്ട്. പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് FIR അസൽ മൊഴി ഒന്നിച്ച് ബഹുമാനപ്പെട്ട കോടതിക്കും പകർപ്പുകൾ മറ്റ് അധികാര സ്ഥാനങ്ങളിലേക്കും അയക്കുന്നു. അപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസില്ല എന്ന് ഫസ്മിന എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഫസ്മിനയുടെ സംസാര രീതി ആകുമ്പം ആൾക്കാരങ്ങ് വിശ്വസിക്കും. കേസില്ല, ഫസ്മിന നിഷ്കളങ്കയാണ്, നിരപരാധി ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ കേസുണ്ട്. ആ വാദം തെറ്റിപ്പോയി. ബിഗ് ടിവിക്കെതിരെ ഫസ്മിനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അവർ ഉള്ള കാര്യമാണ് ചെയ്തേക്കുന്നത്. കേസ് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്, കേസ് എടുത്തിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അത് ഈ FIRൽ പറയുന്നുണ്ട്. ഓക്കെ, നമ്മളും പറയുന്നത് കേസ് ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, കാരണം പോലീസ് ആര് കംപ്ലയിൻറ്റ് കൊടുത്താലും കേസെടുക്കും, FIR ഇടും. ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് ആർക്ക് നേരെയാണോ പരാതി വന്നേക്കുന്നത് അവരാണ്. അപ്പോൾ കേസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അവിടെയാണ് പ്രശ്നം. ഫസ്മിന അത് എന്തിനാണ് ആ കള്ളം പറഞ്ഞത്? ആലുവ സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ കേസില്ല, അങ്ങനൊരു പരാതി വന്നിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ ഈ FIR ആരിട്ടു? FIR ഫേക്കാണോ? ഞാൻ പറഞ്ഞല്ലോ, ഞാനിതെടുത്തത് പോലീസിൻ്റെ ആപ്ലിക്കേഷൻ വഴിയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ഫേക്ക് ആവുന്നത്? ഫേക്ക് FIR എന്തായാലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അതും പോൾ ആപ്പ് വഴി. കണ്ടറിയണം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇത് കേസ് ഇല്ലെങ്കിൽ ഫസ്മിനയ്ക്ക് അത് തെളിയിക്കാം. ഞാൻ പറയുന്നത് തെറ്റാണെന്ന്, കേസില്ലെന്ന് പറയാം. പക്ഷെ ഞാൻ FIR വെച്ചാൽ പറയുന്നത്. ഈ FIR കണ്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഫസ്മിന എന്തിന് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എനിവേ, ഫസ്മിന നിരപരാധി ആയിരിക്കട്ടെ. പക്ഷേ ഇതിനകത്ത് 3ആം പ്രതി എന്നുള്ള പേരാണ് ഫസ്മിനയുടെ പേര് വന്നേക്കുന്നത്. കണ്ടറിയണം എന്താവുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ബാക്കിയെല്ലാം ഫസ്മിന തെളിയിക്കട്ടെ. പ്രതി എന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറ്റം തെളിയുന്നതുവരെയും കുറ്റാരോപിതൻ മാത്രമാണ്. പ്രതി എന്ന് പറയാൻ നമുക്ക് യാതൊരു അവകാശമില്ല. ഇതിനകത്ത് എഴുതിയത് ഞാൻ വായിച്ചെന്ന് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഹൈപ്പൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം.